ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിന് വെളിയിലോട്ടൊന്ന് പോവുക. കേരളത്തിലല്ല, ആന്ധ്രയിൽ പോവുക. എന്തിനാന്നല്ലേ, ആന്ധ്രാക്കാരുടെ ഒരു സ്റ്റൈൽ സാധനമുണ്ട്, ആന്ധ്ര വെണ്ടയ്ക്ക പുളുങ്കൽ. അതാണ് നമ്മളിത് ചെയ്യുന്നത്. അവിടെ വരെ പോകാതെ നമുക്കിവിടെ ചെയ്യാൻ പറ്റും നോക്കണ്ടേ. ആന്ധ്രാക്കാരുടെ സ്പെഷ്യൽ ഐറ്റം നല്ല ടേസ്റ്റ് കൂടി തന്നെ അങ്ങനെ ചെയ്ത് നോക്കാം. നമ്മുടെ നാട്ടിലൊക്കെ വെണ്ടയ്ക്കായും കൊണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമുക്ക് പലർക്കും അറിയാം. പക്ഷേ ഇത് വ്യത്യസ്തമായ രീതിയിലുള്ളൊരു ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇതൊരു 1/2 കിലോ വെണ്ടയ്ക്ക ഉണ്ട്, ഏകദേശം ഒരു 10-25 ഉണ്ട്. അത്ര ഞാൻ എടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അപ്പം നല്ല വൃത്തിയായിട്ട് കഴുകി എടുത്തതിന് ശേഷമാണ് നമ്മളിത് എടുക്കുന്നത്. ഈ ഒരു രീതിക്ക് അങ്ങോട്ട് അരിഞ്ഞെടുക്കുക. ഈ വെണ്ടയ്ക്ക എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കാര്യം, ഇതിപ്പം പ്രശ്നമൊന്നുമില്ല. ചില വെണ്ടയ്ക്കകത്തൊക്കെ ഉണ്ട് കേട് വന്ന ഭാഗത്ത് പുഴുവൊക്കെ ഇരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ വെണ്ടയ്ക്ക എടുക്കുമ്പോഴത്തേക്കും ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം. ഇപ്പോൾ 1/2 കിലോ വെണ്ടയ്ക്ക നമ്മൾ ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനിയും വേണ്ടത് ഇതേപോലെ ഒരു സവോള, ഒരു വലിയ സവോള എടുക്കുക. ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ വെണ്ടയ്ക്കായും സവോളയൊക്കെ അരിഞ്ഞു. ഒരു പഴുത്ത തക്കാളി ഇതേപോലെ അങ്ങോട്ട് അരിഞ്ഞു വെക്കുക. അതിന് ശേഷം ഒരു ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ കുറച്ച് വാളംപുളി അങ്ങോട്ട് എടുക്കും. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചങ്ങോട്ട് വെക്കാം. ഈ പുളി ഒന്ന് കുതിർന്നതിന് ശേഷം നല്ലപോലെ ഞെരടി ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. പുളിവെള്ളം എടുത്ത് വെക്കണം. എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് വേണം അത് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആന്ധ്ര പുളിക്കറി ഉണ്ടാക്കാം. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഇതേപോലെ ഒരു കടായി അങ്ങോട്ട് വെക്കാം. അപ്പോൾ ഇതൊന്ന് ചൂടായ ശേഷം നമുക്ക് ആദ്യം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ഒന്ന് ചൂടായ ശേഷം നമുക്ക് കുറച്ച് കടുക് ഒന്നിട്ട് കൊടുക്കും. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും ഒരു നുള്ളു ഉലുവ ഉണ്ടാകും. ഒരു നുള്ളു ഉലുവയാണ് നമ്മൾ ചേർക്കുന്നത്. ഇനി ഒരു 3-4 വറ്റൽമുളക് അത് കൊടുക്കും. നമുക്ക് 1-2 തണ്ട് കറിവേപ്പില അതുകൂടെ മുട്ടിട്ട് കൊടുക്കും. ഒരു 3-4 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുത്താണ്. അപ്പോൾ വെളുത്തുള്ളി കുറച്ച് മതി. ഈ ചതച്ചെടുത്തുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ആദ്യമേ ഇടാൻ. വെളുത്തുള്ളി ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നേരത്തെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ സവോള ഇങ്ങനെ തീ കുറച്ച് വെച്ചതിന് ശേഷം ഇതൊന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കണം. 1-2 മിനിറ്റ്, 2 മിനിറ്റെങ്കിലും ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെണ്ടയ്ക്ക ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ ഒരുപാട് ഐറ്റങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതേപോലുള്ള ഐറ്റങ്ങളൊന്നും അങ്ങനെ ആരും ചെയ്ത് കാണാൻ സാധ്യതയില്ല. കാര്യം അറിയാൻ പയ്യത്തവരുടെ കാര്യം ഞാൻ പറഞ്ഞിട്ട്. അപ്പോൾ ഒരു വ്യത്യസ്തമായ രീതിയിൽ എന്തെങ്കിലും വെണ്ടയ്ക്ക ഇവിടെ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കാവുന്ന കേട്ടോ. ഏകദേശം 2 മിനിറ്റ് സമയം എടുത്താൽ മതി. ഇനി നമുക്ക് ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക, ഇതിപ്പോൾ ഞാൻ 1/2 കിലോ എടുത്തേ ഉള്ളൂ. ഇപ്പോൾ അംഗസംഖ്യ കൂടുതലുള്ള വീട്ടിൽ അതനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. ഇതങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഉപ്പ് പൊടിയാണ്. ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് പൊടി ഇട്ട് കൊടുക്കുക. ഉപ്പ് പൊടിയും കൂടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ഒരു മീഡിയം രീതിയിലൊക്കെ വെച്ച് കൊടുത്ത് വേണം അത് ചെയ്തെടുക്കാനായിട്ട്. ഒരു 3 അല്ല ഒരു 4 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കും കേട്ടോ. നമുക്കറിയാമല്ലോ ഈ വെണ്ടയ്ക്കകത്ത് ഇങ്ങനെ നൂല് പോലെ വരും, അതൊരു വഴുവഴുപ്പ്, അതൊന്ന് മാറാനായിട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു 3-4 മിനിറ്റ് അടുപ്പത്തിടുന്ന് ആ വഴുവഴുപ്പൊന്ന് മാറിയ ശേഷം വേണം നമുക്കത് റെഡിയാക്കാൻ. ഇപ്പോൾ ഏകദേശം ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 പച്ചമുളക്, ഇത് അധികം എരിവൊന്നും ഇല്ലാത്ത കേട്ടോ, ഒന്ന് മുറിച്ചങ്ങോട്ട്. എരിവിന് ആവശ്യമുള്ള 2 പച്ചമുളക്. അതിന് ശേഷം ഒന്ന് ഇവിടുന്ന് ഇളക്കി ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. പച്ചമുളക് ഇട്ടതിന് ശേഷം ഒരു തക്കാളി ഞാൻ നേരത്തെ അരിഞ്ഞു വെച്ച ചെറുതായിട്ടൊന്ന് അരിഞ്ഞു വെച്ചാൽ ആ തക്കാളിയും കൂടി എൻ്റെ കൂട്ടത്തിലിട്ടിട്ട് കൊടുക്കും. അപ്പോൾ ഈ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പ് മാറിയ ശേഷം വേണം തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കും.
അപ്പോൾ തക്കാളിയും കൂടെ ഒന്ന് ഇളക്കി റെഡിയാക്കിയതിന് ശേഷം നമുക്കിനി വേണ്ടത് ഇതിനാവശ്യമുള്ള കുറച്ച് പൊടികളൊക്കെയാണ്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യമേ വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. എരിവ് കുറവുള്ള മുളക് പൊടി അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി. ഇനിയും വേണ്ടത് ജീരകപ്പൊടി, ചെറിയ ജീരകപ്പൊടി അത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം, 1/4 ടീസ്പൂൺ അളവിൽ. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ആദ്യമേ ചെറിയ തീയിൽ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വേണം എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാനായിട്ട്. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി കൊടുക്കാം. പൊടികളൊക്കെ ചേർത്ത് നല്ലപോലെ ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് നേരത്തെ ആ വാളംപുളി എടുത്തില്ലേ, ആ പുളിവെള്ളമാണ് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കും. ഇനിയും വേണ്ടത് ചൂടുവെള്ളമാണ്. നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിക്കും. ഇതേപോലെ നിരന്ന് കിടക്കത്തക്ക രീതി വെള്ളം ഒഴിക്കണം. ഇനി തീ ഒന്ന് കൂട്ടി കൊടുക്കട്ടെ. ഇപ്പം നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചല്ലേ, ഉപ്പ് കുറവാണെങ്കിൽ അല്പം കൂടെ ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇനി ഒന്ന് ഇളക്കി കൊടുക്കും. ഇനി ഇത് അടച്ചങ്ങോട്ട് വെക്കുക. ഇതൊന്ന് വേകണം, എന്നാലേ അത് റെഡി ആകത്തുള്ളൂ. നല്ലപോലെ ഒന്ന് വേകട്ടെ. ഇപ്പോൾ ഏകദേശം ഒരു 4 മിനിറ്റോളം ആയിട്ടുണ്ട്. ചെറിയ തീയിലാണ്. ഇതിൻ്റെ വെള്ളം ഒന്ന് വറ്റുകയും വേണം, വെണ്ടയ്ക്കൊക്കെ ഒന്ന് വെന്ത് ഉടയണം. അതിന് വേണ്ടിയാണ് നമ്മളത് 3-4 മിനിറ്റ് എടുത്തിരിക്കുന്നത്. ഇനി തുറന്നു നോക്കാം. എന്താ ഇളക്കി കൊടുത്ത് ഇങ്ങനെ വേണമെങ്കിൽ ഒന്ന് ചട്ടത്തിന് തന്നെ ഒന്ന് കുത്തി വേണമെങ്കിൽ ഇച്ചിരി കൂടെ ഒന്ന് ഉടച്ചെടുക്കാവുന്നതാണ്. നമ്മുടെ ഇഷ്ടത്തിന്. നല്ല ഒരു കൊതിപ്പിക്കുന്ന മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഞാൻ കള്ളമ്പതയല്ല, നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു മണമൊക്കെ വരുന്നുണ്ട്. പിന്നെ നമ്മുടെ രീതി അല്ലല്ലോ ഇത് ആന്ധ്രക്കാർ ചെയ്യുന്ന ഒരു രീതിയാണ്. പക്ഷേ എന്നാലും ശരി, നല്ല ഇത് കഴിക്കുന്നതിന് മുമ്പ് തന്നെ മണം എടുത്തിട്ട് നല്ല ടേസ്റ്റ് തോന്നുന്നുണ്ട്. അതുകൊണ്ട് ഈ ഒരു രീതി ആകുമ്പോഴത്തേക്കും ഇതേപോലെ ഒന്ന് കുറുകി വരണം. ഇതേപോലെ ഒന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കുക. മല്ലിയില മസ്റ്റാണ് കേട്ടോ. അല്പം മല്ലിയില ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് ഒരല്പം എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ. എന്തായാലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കേണ്ടതാണ്. ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. റെഡി ആയതിനു ശേഷം ഞാനിതങ്ങ് നിർത്തുകയാണ്. ഈ ഒരു കറി നമുക്ക് ചപ്പാത്തിക്കോ അതുപോലെ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്തതിന് ശേഷമാണ് പറയുന്നത്. തീർച്ചയായിട്ടും ചെയ്തെടുക്കാവുന്നതാണ്. നല്ല രുചിയാണ്. ഇപ്പോൾ അത്യാവശ്യം ചപ്പാത്തിക്കോ ചോറിൻ്റെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഒരു ഐറ്റമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വെണ്ടയ്ക്കാണ്ട് ഒരുപാട് ഐറ്റങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഐറ്റം ചെയ്തിട്ടുണ്ടോ? ഇല്ലെന്നുണ്ടെങ്കിൽ ഇന്ന് ചെയ്തു നോക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെടും കേട്ടോ. ഇനി വേറെ കാര്യമുണ്ട്. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ മറക്കാനും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.